എല്ലാവർക്കും നമ്മുടെ സ്വന്തം ചാനലായ മൂവി ഹോളിക് മല്ലുവിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. വളരെ കുറച്ച് വാർത്തകളെ ഉള്ളെങ്കിൽ കൂടിയും നമുക്ക് സന്തോഷിക്കാനുള്ള ഒരുപാട് വാർത്തകൾ ഇതിനകത്തുണ്ട്. നമ്മുടെ സ്വന്തം DQ ഇല്ലേ, പുള്ളിക്കാരനൊരു 100 കോടി സിനിമ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു ട്രോള്. ആ കിങ് ഓഫ് കോത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പം തീർന്നു, പയ്യനിങ്ങോട്ട് വരുന്നില്ലായിരുന്നു. അവസാനം ഇതാ ഒരു തെലുങ്ക് സിനിമ ലക്കി ഭാസ്കറിലൂടെ 100 കോടി, ദുൽഖറിൻ്റെ ആദ്യത്തെ 100 കോടി ലക്കി ഭാസ്കറിലൂടെ കടന്നു എന്നുള്ളൊരു സന്തോഷകരമായ വാർത്തയാണ്. അതും തെലുങ്ക് സിനിമയാണ്, ഓർക്കണം. തെലുങ്കമാർ നാട്ടിൽ ചെന്നാണ് DQ ആ ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്തത്. എന്തായാലും Tier 2 ആക്ടർ എന്ന് പിടിക്കുക ഉടനെ തന്നെ പുള്ളിക്കാരൻ Tier 1 ആക്ടറാവും. എവിടെ? ടോളിവുഡിൽ. മലയാളത്തിൽ നമുക്ക് അടുത്ത സിനിമ വരുമ്പോൾ നോക്കാം. ജോജുവിൻ്റെ പണി എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹം തന്നെയാണല്ലോ സംവിധാനം ചെയ്തത്. അപ്പോൾ ആ ഒരു സിനിമ ഒരു മിക്സഡ് റിവ്യൂ ഒക്കെ ആണെങ്കിലും പടം അത്യാവശ്യം ഓടി, ഏകദേശം ഒരു 20 കോടിക്ക് കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഹിറ്റ് കൊണ്ട് തന്നെയായിരിക്കും സിനിമ അങ്ങോട്ട് തമിഴിൽ ഡബ് ചെയ്ത് ഇറങ്ങുന്നുണ്ട്. നവംബർ 22-ാം തീയതിയാണ് ഈ ഒരു സിനിമയുടെ റിലീസ് എന്ന് പറയുന്നത്. ഗോട്ടിൽ നമ്മുടെ ശിവകാർത്തികന് ഗണ്ണ് കൊടുക്കുന്ന ഒരു സീനുണ്ടല്ലോ, എന്തെങ്കിലും സംഭവം അത് കറക്റ്റായിട്ട് വന്ന് ഭവിച്ച പോലെ ഉണ്ട്. അതായത് ശിവകാർത്തികൻ്റെ അമരൻ എന്ന് പറഞ്ഞ സിനിമ 300 കോടി ക്ലബ്ബിലാണ് കിട്ടിയിരിക്കുന്നത്, കളക്ഷൻ നേടിയത്. 12 ദിവസം കൊണ്ടാണ് ഈ ഒരു അച്ചീവ്മെൻറ്റ് നേടിയിരിക്കുന്നത്. അജിത്തിനില്ല, സൂര്യക്കില്ല, നമ്മുടെ വിജയ്ക്കും രജനീകാന്തിനേ ഉള്ളൂ ഈ ഒരു 300 കോടി. ഇപ്പോഴും ആ ശിവകാർത്തികനും കൂടി 300 കോടി കളക്ഷൻ കിട്ടിയിരിക്കുന്നത്. അതായത് Tier 2-ൽ നിന്ന് പുള്ളിക്കാരൻ ഉടനെ തന്നെ Tier 1 ആക്ടർ ആവുന്നതാണ്. ഇപ്പോൾ ഒരുപാട് Tier 1 ആക്ടേഴ്സ് എല്ലാം വന്നു. വിജയ് വന്നു, സൂര്യ വന്നു, അതുപോലെ രജനീകാന്ത് വന്നു, ഇവരുടെ എല്ലാ സിനിമകളൊക്കെ വന്നു. ഇനി വരാൻ പോകുന്ന ഒരേ ഒരു തലയാണ് നമ്മുടെ അജിത് കുമാറിൻ്റെ ഡൈഹാർഡ് ഫാനാണ് അതുൽ രവിചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ചെയ്യുന്ന സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ ഓൾറെഡി തന്നെ ആ പോസ്റ്ററൊക്കെ, അജിത്തിൻ്റെ ആ ഒരു സ്റ്റൈലിഷ് പോസ്റ്ററൊക്കെ ഗംഭീരമായിരുന്നു. സിനിമ അങ്ങോട്ട് കൊഴിപ്പിക്കാൻ വേണ്ടി 2025 പൊങ്കൽ അങ്ങോട്ട് റിലീസാവുന്നുണ്ട്. ഇനി ആ സിനിമ ഇറങ്ങുമ്പോൾ കാണാം നമുക്ക് എത്ര കോടി കളക്ട് ചെയ്യുമെന്നുള്ളത്. വിജയ് സേതുപതിയുടെ 100 കോടി, ആദ്യത്തെ 100 കോടി സിനിമയാണ്, അതായത് സോളോ 100 കോടി സിനിമയാണ് മഹാരാജ എന്ന് പറയുന്നത്. വമ്പ ഹിറ്റായിരുന്നു. നമുക്കറിയാം അതിൻ്റെ ഒരു ക്ലൈമാക്സ് ലിസ്റ്റൊക്കെ ഗംഭീരമായിരുന്നു. ഈ ഒരു സിനിമ എന്താണെന്നറിയോ, ചൈനയിൽ റിലീസ് ചെയ്യാൻ പോവുക. 40,000 സ്ക്രീനിലാണ് ചൈനയിൽ റിലീസ് ചെയ്യുന്നത്. അതും ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് വിജയ് സേതുപതിക്ക്. ഇനി ആ പടം അവിടെ എങ്ങാനും ക്ലിക്കാണെങ്കിൽ എത്ര കോടിയിൽ നിൽക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കും. കുറേ OTT സിനിമകൾ ഇങ്ങോട്ട് സ്ട്രീം ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓൾറെഡി നമുക്കറിയാം കിഷ്കിന്ദ കാണ്ഡം എന്ന് പറഞ്ഞ സിനിമ Disney+ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിനിമയ്ക്ക് തിയേറ്ററിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ കയ്യടിയാണ് നമ്മുടെ OTTയിൽ കിട്ടുന്നത്. ഇപ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാമും ട്വിറ്ററും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഗംഭീര റിപ്പോർട്ടുകളാണ് ഈ സിനിമയ്ക്കുള്ളത്. Disney+ ഹോട്ട്സ്റ്റാറിൽ സിനിമ ഓടുന്നുണ്ട്. ഇനിയും കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സിനിമയൊക്കെ കാണുക, അതിൻ്റെ ഒരു ട്വിസ്റ്റൊക്കെ കണ്ട് ആസ്വദിക്കുക. ബട്ട് ഏറ്റവും വലിയ രസകരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർട്ടിൻ എന്ന് പറഞ്ഞ സിനിമയുണ്ടല്ലോ, തിയേറ്ററിൽ ഇറങ്ങിയപ്പം എന്തൊക്കെ കിട്ടിയെന്നുള്ളത് ഗംഭീരമായിട്ട് ട്രോൾ കിട്ടിയൊരു സിനിമയാണ് ഈ മാർട്ടിൻ എന്ന് പറഞ്ഞ സിനിമയും സ്ട്രീം ചെയ്യുന്നുണ്ട്. ആമസോൺ പ്രൈമിലാണെന്നാണ്. നമ്മുടെ മഫ്തിയിലെ സിനിമയില്ലേ, നമ്മുടെ മഫ്തി എന്ന് പറഞ്ഞ സിനിമ, അതിലെ നായകനാണ് ശ്രീമുരളി എന്ന് പറയുന്നത്. ഈ ശ്രീമുരളി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ നമ്മുടെ പ്രശാന്ത് നീലിൻ്റെ അളിയനാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങേരുടെ സിനിമയാണ് ബഗീറ എന്ന് പറയുന്നത്. സംഭവം ഒരു പ്രശാന്ത് നീലിൻ്റെ ടച്ചപ്പിലൊക്കെയാണ് സിനിമ വന്നത്. അപ്പോൾ ഈ ഒരു സിനിമ ഇന്ന് സ്ട്രീം ചെയ്യുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കുക. കന്നഡ സിനിമയൊക്കെയാണ്, എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ സൂര്യയുടെ കങ്കുവ എന്ന് പറഞ്ഞ സിനിമ, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു സിനിമ ഈ വരുന്ന പൊങ്കലിന് ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഇനി എന്തൊക്കെ ട്രോൾ വരും എന്നുള്ളത് പൊങ്കലിന് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള സിനിമയിൽ ഏറ്റവും പുതിയ അപ്ഡേഷൻസ് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.